يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله الكريم المنعم جعل لنا من أزواجنا وذرياتنا قرة أعين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. والله جعل لكم من أنفسكم أزواجا وجعل لكم من أزواجكم بنين وحفدة ورزقكم من الطيبات أفبالباطل يؤمنون وبنعمة الله هم يكفرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. തഖ്വയുള്ളവരിൽ ചേർത്ത് റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യർക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള സമാധാനപൂർണമായ ജീവിതത്തിന് ഏറ്റവും പ്രാധാന്യമായ ഘടകമായി പഠിപ്പിച്ചു തന്നത് അവരുടെ വിവാഹ ജീവിതം തന്നെയാണ്. വിവാഹ ജീവിതത്തിലൂടെ ഒരു കുടുംബത്തിന് രൂപീകരണം നൽകുന്ന മനുഷ്യൻ അതിലൂടെ മനസ്സമാധാനവും ആശ്വാസവും തൻ്റേതായ മോഹങ്ങളുടെ പൂർത്തീകരണവുമൊക്കെയാണ് കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ കണ്ടെത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹമെന്ന പ്രതിഭാസത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അത് മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളാണ്, ആണും പെണ്ണും എന്നുള്ളതാണ് ഒരു കുടുംബ ജീവിതത്തിൻ്റെ അടിത്തറയായി ഇസ്ലാം കാണുന്നത്. എന്താണ് ആണും പെണ്ണും എന്നൊക്കെ പറയേണ്ടത് എന്ന് ഒരു കാലത്ത് പലപ്പോഴും നമ്മളൊക്കെ ആലോചിക്കാറ് പതിവുണ്ടായിരുന്നു. ഇന്നിൻ്റെ ചിത്രം വളരെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഒരുമിച്ച് ജീവിക്കണമെങ്കിലും ജീവിതം പങ്കിടണമെങ്കിലുമൊക്കെ എതിർലിംഗത്തിൽപ്പെട്ട ഒരു ആളായിരിക്കണം എന്നത് വേണ്ട എന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. സ്വവർഗ രതിയിൽ നിന്നും വിട്ട് സ്വവർഗ വിവാഹത്തിലെത്തി നിൽക്കുന്നു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വരെ അതിൻ്റെതായ അലയൊലികൾ തുടങ്ങിയിട്ട് കാലമേറെയായി. ഒരുമിച്ച് ജീവിക്കുന്ന ദമ്പതികൾ ആണുമാണ് കല്യാണം കഴിക്കുന്നത്, പെണ്ണുമാണ് ഒരുമിച്ച് ജീവിതം നയിക്കുന്നത്. LGBT എന്നൊക്കെയുള്ള ചില പേരുകളിട്ട് ലെസ്ബിയൻസ്, പെണ്ണിന് പെണ്ണ് മതി എന്ന വാദക്കാരും, ഗെയ്സ്, ആണിന് ആണ് മതി എന്ന വാദക്കാരും, ഏതുമാവാം ബൈസെക്ഷൽ എന്ന വാദക്കാരും, അതേപോലെ തന്നെ പല വിധത്തിലുള്ള ന്യായവാദങ്ങളും മാനുഷിക അവകാശങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള പല വെപ്രാളപ്പെടലുകളുമൊക്കെ
മുന്നോട്ട് വെച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ ഏറെ അധമത്വത്തിൽ നിന്ന് അധമത്വത്തിലേക്ക് മനുഷ്യൻ ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇസ്ലാം ആണും പെണ്ണുമാണ്, ഒരാണ് കല്യാണം കഴിക്കേണ്ടത് ഒരു പെണ്ണിനെയാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടി വരുന്നത്. ആ നിലക്കുള്ള ജീവിതത്വം എന്തിനു വേണ്ടിയാണ് എന്നും എന്താണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നും ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്തു. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ. അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. റഹ്മാനായ റബ്ബാണ് ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അവനാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ കൃത്യമായി തന്നെ തീരുമാനമെടുക്കുന്നത് എന്നുള്ളതിന്റെ തെളിവുകളിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ളത്. നിങ്ങൾക്കിടയിൽ സമാധാനപൂർണമായ ഒരു ജീവിതമാണ് അതിലൂടെ കാണേണ്ടത്. ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്കിടയിൽ അവൻ സ്നേഹത്തെയും കാമത്തെയും മോഹത്തെയും അനുരാഗത്തെയും കാരുണ്യത്തെയും ഒക്കെ അവൻ നിശ്ചയിച്ചിരിക്കുകയാണ് എന്ന് റബ്ബ് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. വിവാഹ ജീവിതം എന്ന് പറയുന്നത് താൽക്കാലികമായ ഒരു രതിസുഖം മാത്രം നേടി പിരിയുവാനുള്ള, തനിക്ക് ഇഷ്ടപ്പെടുന്ന സമയത്തും കാലത്തും മാത്രം നിലനിർത്തി പിന്നീട് വേണ്ടെന്ന് വെക്കുവാനുള്ള ഒരു താൽക്കാലിക പ്രതിഭാസമല്ല വിവാഹം. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മതൻ. മവദ്ദത്തും റഹ്മത്തും ഒക്കെ നിശ്ചയിച്ചത് കാലമേറെ ചെന്നാലും ദാമ്പത്യത്തിന്റെ മാധുര്യമുള്ള കാലഘട്ടമൊക്കെ അവസാനിച്ചാലും പടുകിഴവനും കിഴവിയുമായാലും രോഗികളായി മാറിയാലും ഒരിക്കലും പിരിയാത്ത നിലക്കുള്ള മനസ്സിന്റെ ഉടമകളായി മവദ്ദത്തുള്ള, സ്നേഹമുള്ള, റഹ്മത്തുള്ള, കാരുണ്യമുള്ള, ഏറ്റവും വലിയ വാത്സല്യമുള്ള ആ നിലക്കുള്ള ഒരു ജീവിതത്തെയാണ് ഇസ്ലാം കാണുന്നത്. അതിനാവശ്യമായ നിയമങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ആ മുന്നോട്ട് വെച്ച നിയമങ്ങളിൽ കടമകൾ പഠിപ്പിച്ചു, അവകാശങ്ങളും പഠിപ്പിച്ചു. കടമകളെ കുറിച്ച് മാത്രം തനിക്കിങ്ങോട്ട് കിട്ടേണ്ട കടമകൾ മാത്രമല്ല, താൻ ചെയ്തു കൊടുക്കെ തനിക്കിങ്ങോട്ട് കിട്ടേണ്ടുന്ന അവകാശങ്ങളെ കുറിച്ച് മാത്രമല്ല, താൻ ചെയ്തു കൊടുക്കേണ്ടുന്ന കടമകളെ കുറിച്ചും വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചു തന്നു. കൃത്യവും വ്യക്തവുമായ നിലക്കുള്ള ആ കടമകൾ കുടുംബാംഗങ്ങളിൽ ഓരോരുത്തർക്കും പഠിപ്പിച്ചു. ഭാര്യക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട്. ഇനി അള്ളാഹു നിശ്ചയിച്ചു തരുന്നുണ്ടല്ലോ, വജഅല ലക്കും മിൻ അസ്വാജികും ബനീന. അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിൽ നിന്ന് മക്കളെ നിശ്ചയിച്ചു തന്നു. വഹഫദത്തൻ, പേരമക്കളെയും നിശ്ചയിച്ചു തന്നു. ഇവരൊക്കെ ഉണ്ടാകുമ്പോ, മക്കളുണ്ടാകുമ്പോ, പേരമക്കളാകുമ്പോ അവരോടുമുണ്ട് നമുക്ക് കടമകൾ, അവരോടുമുണ്ട് കടപ്പാടുകൾ. അവരുടെ കൂടെ സമയം ചെലവഴിക്കുവാൻ നമുക്ക് താല്പര്യമുണ്ടാകണം. ഒരു കുടുംബ ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനമുണ്ടാകേണ്ടത് ആ കുടുംബനാഥനും അതിലെ അംഗങ്ങളുമൊക്കെ ആ വീട്ടിൽ കളിച്ചിരികളോടെ സമാധാന മനസ്സോടുകൂടി ആശ്വാസത്തിന്റെ കേന്ദ്രമായി ഒരു ഭവനം മാറുമ്പോഴാണ് ആ കുടുംബജീവിതം സമാധാനപൂർണം എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. അതിനാവശ്യമായ നിയമങ്ങളാണ് വിട്ടുപൊറുക്കണം, മാപ്പാക്കണം, കണ്ടറിയണം, സ്നേഹിക്കണം, സ്നേഹിക്കപ്പെടണം, ഇഷ്ടങ്ങൾ അറിയണം, ഇഷ്ടങ്ങൾ അറിഞ്ഞു പെരുമാറണം എന്നൊക്കെയുള്ള ഒരുപാട് നിയമങ്ങളിലൂടെ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കുടുംബത്തോടൊന്നിച്ച് സമയം ചെലവഴിക്കാൻ ഇന്ന് പലർക്കും യാതൊരു വിധത്തിലുള്ള സമയവുമില്ല എന്നുള്ള ബിസിയായ ഒരു കാലത്തെത്തിയപ്പോൾ കുടുംബജീവിതങ്ങളിൽ താളഭംഗങ്ങൾ ഏറെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറെ തിരക്കുകൾ ഉണ്ടായിരുന്ന, രാഷ്ട്രത്തിന്റെ ഖലീഫയായിരുന്ന, ഭരണാധികാരിയായിരുന്ന, പള്ളിയുടെ ജനങ്ങളുടെ ഉത്ബോധനകനായിരുന്ന, ഇമാമായിരുന്ന, ഏറെ ഭാര്യമാരുടെ ഭർത്താവായിരുന്ന, ഒരുപാട് മക്കളുടെ പിതാവായിരുന്ന, പേരമക്കളുടെ ഉപ്പൂപ്പയായിരുന്ന മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സേനാധിപനായിരുന്ന, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇസ്ലാമിനെ പഠിക്കാനും നയതന്ത്രജ്ഞരായിക്കൊണ്ട് രാജ്യത്ത് എത്തിപ്പെടുന്ന ആളുകളോടും സംസാരിക്കുവാനുമൊക്കെയുള്ള തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിലും തന്റേതായ കൊച്ചു ഇടങ്ങളിൽ, സ്വകാര്യ സമയങ്ങളിൽ പേരമക്കളോടൊത്ത് കളിക്കുവാൻ, മക്കളോടൊത്ത് സമയം ചെലവഴിക്കുവാൻ, ഇണയോടൊത്ത് തമാശകൾ പങ്കിടാൻ, അവരോടൊത്ത് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം പങ്കുവെക്കുവാൻ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയം കണ്ടു. പൊന്നോമനപുത്രിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടെ കയറി ചെന്നു.
അന്വേഷണം നടത്തി. മകളുടെ കാര്യങ്ങൾ അന്വേഷിച്ചു, മരുമകന്റെ കാര്യങ്ങൾ അന്വേഷിച്ചു, അവർക്കൊക്കെ പറയാനുള്ള പരാതികൾ പറഞ്ഞു, അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തു. പേരമക്കളുമായി കളിച്ചു, അവരെ പുറത്ത് കയറ്റിക്കൊണ്ട് ആന കളിക്കുന്ന നിലക്ക് മഹാനായ മുത്ത് മുസ്തഫ അവിടെ കളിച്ചു. ജുമാ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞു പേരക്കുട്ടികൾ മുട്ടിട്ട് നീന്തി വരുന്ന കാഴ്ച കണ്ടപ്പോൾ ആ ഉപ്പൂപ്പയുടെ മനസ്സിലുള്ള പേരമക്കളോടുള്ള ആ ഒരു സ്നേഹബന്ധത്തിന്റെ ഗാഢമായ അതിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കി തരുന്ന വിധത്തിൽ മിമ്പറിൽ നിന്നിറങ്ങി കൊച്ചുകുട്ടിയെ താലോലിച്ച് എടുത്തു ഉമ്മ വെച്ച് വീണ്ടും മിമ്പറിലേക്ക് കയറി ഖുത്ബ തുടർന്നു എന്നുവരെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, നിസ്കരിക്കുന്ന വേളയിൽ എടുത്തുകൊണ്ടുവരെ പേരമക്കളെ എടുത്തുകൊണ്ടുവരെ നിസ്കരിക്കുന്ന അവസ്ഥയുണ്ടായി എന്ന് വരുമ്പോൾ, ഏതു പ്രയാസങ്ങൾക്കിടയിലും തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിലും തന്റെ മാത്രം സ്നേഹത്തിന്റെയും ലാളനയുടെയും ആ പരിചരണത്തിന്റെയും ആ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തന്റെ ഇണകളുടെയും മക്കളുടെയും പേരമക്കളുടെയും ഭർത്താവായിക്കൊണ്ടും ഉപ്പയായിക്കൊണ്ടും ഉപ്പൂപ്പയായിക്കൊണ്ടുമൊക്കെ സമയം ചെലവഴിക്കുവാൻ മുത്ത് മുസ്തഫ നമുക്ക് മാതൃക പകർന്നത് അത് ആശ്വാസത്തിന്റെ തെളിനീര് നമ്മൾ രുചിക്കണം എന്ന നിലക്ക് തന്നെയാണ്. നേരെ മറിച്ച് ഇതിനൊന്നും സമയമില്ലാതാകുമ്പോ ബിസിനസ്സും ജോലിയും ഡ്യൂട്ടിയും രാവിലെ ആന്തരികമായുള്ള ഉണർച്ചയും അവിടുന്ന് അങ്ങോട്ട് ജോലി സ്ഥലത്തേക്കുള്ള യാത്രയും ഏറെ വൈകി വീട്ടിലേക്കെത്തലും ക്ഷീണിച്ചവശനായി തളർന്നു കിടക്കലും അത് മാത്രമായി കൊണ്ട് എണ്ണയിട്ട യന്ത്രം പോലെയുള്ള ഒരു ഓട്ടവും പാച്ചിലുമൊക്കെയാണെങ്കിൽ സമാധാനത്തിൻ്റെതായ തെളിനീര് കുടിക്കുവാൻ മറ്റെവിടേക്കെങ്കിലും പോയെങ്കിലോ എന്ന് ആശിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ തരം താഴും. എന്താണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത്? ലിതസ്കുനു ഇലൈഹ, കിട്ടേണ്ട സ്ഥലത്ത് നിന്നുള്ള ആശ്വാസത്തിൻ്റെതായ മാർഗങ്ങൾ തിരക്ക് പിടിച്ച സമയത്തും നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുമ്പോൾ മാനസികമായി പിരിമുറുക്കങ്ങൾ ഏറി വരികയാണ്, മാനസികമായി അസ്വസ്ഥതകൾ വർദ്ധിക്കുകയാണ്, ഹാർട്ട് അറ്റാക്കുകളും ഡിപ്രഷനുകളും അതേപോലെയുള്ള ഒരുപാട് രോഗങ്ങളിലേക്ക് തലമുറ ഓരോ ദിവസവും യാതൊരു വിധത്തിലുള്ള എണ്ണവുമില്ലാത്തത്ര വർദ്ധിച്ച തോതിൽ ഏറ്റവും വലിയ രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പ്രശ്നം എന്താണ്? മനസ്സിൻ്റെതായ ഈ ഒരു സങ്കീർണത, മനസ്സിന്റെ ഏറ്റവും വലിയ ഈ ഒരു സംഘർഷം, ഇതിന് അയവ് വരാൻ കുടുംബത്തെ അള്ളാഹു നിശ്ചയിച്ചു തന്നത് അതിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വിധത്തിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അവരോടൊത്ത് അവർക്ക് സ്നേഹം പങ്കിടാൻ സമയം കണ്ടെത്താതെ വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മളിൽ നിന്നാണ് സ്നേഹം കിട്ടേണ്ടത്, നമ്മുടെ പേരമക്കൾക്ക് നമ്മളിൽ നിന്നാണ് സ്നേഹം കിട്ടേണ്ടത്. ആ സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും വാത്സല്യത്തിന്റെയും അടയാളങ്ങൾ നമ്മളിൽ നിന്ന് ഇല്ലാതെയാകുമ്പോൾ അവരുടെ മനസ്സും തളരും, അവരുടെ മനസ്സും നെരിപ്പോടുകളായി തെരിയാൻ തുടങ്ങും. അതിന് പരിഹാരമായി കൊണ്ട് അവർ മറ്റു ഇടങ്ങളിൽ തേടിപ്പോകും. പിന്നെ അവർ ആശ്വാസം കണ്ടെത്തുക ചീത്തയായ കൂട്ടുകാർ ഒരുക്കുന്ന കെണിവലകളിലായിരിക്കും. അതൊരു പക്ഷേ അവന്റെ ഈ രൂപത്തിലുള്ള ഏതെങ്കിലും വല്ല ടൂർ വേളകളിലായിരിക്കും, അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും വിവാഹ ദിവസത്തിന്റെ തലേ രാത്രിയിലെ കൂടിച്ചേരലുകളിലായിരിക്കും, അതല്ലെങ്കിൽ അവന്റെ വിനോദയാത്രകളിലൂടെയായിരിക്കും, മറ്റേതെങ്കിലും വിധത്തിലുമാകാം. അവൻ ലൈംഗികമായ രൂപത്തിലുള്ള അരാജകത്വത്തിലേക്ക്, അതേപോലെ തന്നെ ലഹരി മാഫിയയുടെ അവരൊറുക്കുന്ന ചതിക്കുഴികളിലേക്ക്, ഇങ്ങനെയൊക്കെ വൈവിധ്യമാർന്ന മേഖലകളിൽ അവരും തെറ്റിപ്പോകും. വീട്ടിലും സമാധാനമില്ല, അതുകൊണ്ട് പുറത്തും സമാധാനമില്ല. എല്ലാ അർത്ഥത്തിലും കുടുംബത്തിലെ മെമ്പർമാരൊക്കെ ഏതവസ്ഥയിലേക്ക് മാറുന്നു? മാനസികമായ തളർച്ചയിലേക്ക്, സംഘർഷത്തിലേക്ക്. ഇതിന് അയവ് വരാനാണ് ഇസ്ലാം നിശ്ചയിച്ചു തന്നത്. കുടുംബം എന്ന് പറയുന്ന ഈ ഒരു മഹാസംഗമത്തിലൂടെ, ആ ചെറിയ ഒരു വീടാണെങ്കിലും അവിടെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും കളിചിരികൾ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഇണകളോടൊത്ത് ഏറെ സമയം പലപ്പോഴും വിനോദങ്ങളും അതേപോലെ തന്നെ കളിച്ചിരികളും അനുവദനീയമായ തമാശകളുമൊക്കെ പങ്കുവെക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പഠിപ്പിച്ചു തരുന്നത് ആ മാതൃക ലോകത്തിന്റെ മുമ്പിൽ വലിയ മാതൃകയായി തന്നെ സമൂഹം അറിയാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് സംഘർഷങ്ങൾക്ക് അയവ് വരുത്താനും തന്നെയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ അർത്ഥത്തിലൊക്കെയുള്ള ഒരു ജീവിതമാണ് ഇസ്ലാം കുടുംബ ജീവിതത്തിലൂടെ കാണുന്നത്. നേരെ മറിച്ച് പരസ്പരം സംശയങ്ങളിലൂടെ നോക്കിക്കാണുന്ന ഭാര്യാഭർത്താക്കൾ, ബഹുമാനമില്ലാതെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളും മക്കളും, ഇങ്ങനെയാകുമ്പോ എല്ലാ അർത്ഥത്തിലും നാശം തന്നെയാണ് സംഭവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ
കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും സമാധാനം രണ്ട് ലോകത്തും ലഭ്യമാകുന്ന വിധത്തിലുള്ള ഒരു കുടുംബ ജീവിതം നയിക്കാൻ നമുക്കെല്ലാം റഹ്മാനായ റബ്ബ് കാരുണ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദ് ഫഊസികും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും സമാധാനവും ഐശ്വര്യവുമുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് സ്നേഹപൂർവ്വം ഉണർത്തി, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, കേട്ട് തഴമ്പിച്ച ഒരു വചനം. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിയിൽ നിന്ന് കാത്തുകൊള്ളണം. നാളെ എല്ലാവരും നരകം കാണുക തന്നെ ചെയ്യും. പരലോക കോടതിയിൽ ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ. കൺകണ്ട കാഴ്ച, ഉറപ്പായ കാഴ്ച, നരകത്തീ കാണുക തന്നെ ചെയ്യും. ആ നരകത്തീ കാണുന്ന വേളയിലാണോ എൻ്റെ മക്കളെ അതിലേക്കിടല്ലേ, എൻ്റെ ഇണയെ അതിലേക്കിടല്ലേ എന്ന് നമ്മൾ പറയേണ്ടത്, തടുക്കേണ്ടത്, കാത്തു സൂക്ഷിക്കേണ്ടത്? ഒരിക്കലുമല്ല. അത് മരിക്കുന്നതിൻ്റെ മുമ്പ് ചെയ്യാനുള്ള നിർദ്ദേശമാണ്. മരിക്കുന്നതിൻ്റെ മുമ്പ് അത് ചെയ്തോളണം. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെ കാത്തോളണം നരകത്തില്ലെന്ന്. നിങ്ങളെ മാത്രല്ല, ഞാൻ ഇങ്ങനെ തന്നെയൊക്കെ നന്നായി ജീവിക്കുക, മക്കളൊക്കെ അവർക്ക് തോന്നിയതുപോലെ മുന്നോട്ട് പോകട്ടെ, ഇണ അവൾക്ക് തോന്നിയതുപോലെ ജീവിക്കട്ടെ. ഇതൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ ലോകമല്ലേ? അങ്ങനെയൊക്കെ നിർബന്ധിക്കാൻ നിന്നാലൊന്നും ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ സാധിക്കില്ല എന്ന ഒരു നയത്തിൽ അവരുടേതായ വഴിക്ക് പാട്ടിന് വിട്ടുകൊടുക്കാനാണോ തീരുമാനം എങ്കിൽ അത് വലിയ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ തുടക്കമായിരിക്കും ആ തീരുമാനം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മുടെ കുടുംബത്തിന് അദബ് പഠിപ്പിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ കടമയാണ്. എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അറിയില്ലേ? പഠിപ്പിച്ചു കൊടുത്തവരുടേത് കേൾപ്പിക്കണം. പഠിപ്പിച്ചു കൊടുക്കാൻ അറിയുന്നവരുടെ മുന്നിലേക്ക് പറഞ്ഞേക്കണം. അവർ ഉത്ബോധനം നൽകുന്ന സദസ്സുകളിൽ നമ്മൾ ഉണ്ടാകണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കളും ഉണ്ടാകണം. കുടുംബം ഒന്നിച്ചായിരിക്കണം ഉത്ബോധനങ്ങൾ കേൾക്കുന്നത്. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഞാനടക്കമുള്ള ഓരോരുത്തരും മനസ്സിലാക്കുക, നമ്മൾ ഏറ്റവും നല്ല രൂപത്തിലുള്ള വൈജ്ഞാനികമായ വിരുന്നുകളിൽ പങ്കെടുക്കുന്ന വേളയിൽ അത് നമ്മുടെ ഇണക്ക് കിട്ടാറുണ്ടോ? നമ്മുടെ ഭർത്താവിന് കിട്ടുന്നുണ്ടോ? നമ്മുടെ മക്കൾക്ക് കിട്ടുന്നുണ്ടോ? അതിനെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക. റഹ്മാനായ റബ്ബേ, പല ഘട്ടങ്ങളിലായി, പല ക്ലാസ്സുകളിലായി, പല ഹുതുബകളിലായി, പല ലേഖനങ്ങളിലായി, പല സംസാരങ്ങളിലായി, പലവിധ സമ്മേളനങ്ങളിലൂടെയായി, സെമിനാറുകളിലൂടെ, സിംബോസിയങ്ങളിലൂടെ, അതേ വിധത്തിലുള്ള പലതിലൂടെയും ഞാൻ പലതും കേൾക്കുന്നുണ്ട്, ഞാൻ പലതും മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ മക്കൾ അത് അറിയുന്നുണ്ടോ? എൻ്റെ ഇണയത് അറിയുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ആ സാധിക്കാത്തതിൻ്റെ ദുരന്തമാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ കാണുന്ന വഴക്കിൻ്റെയും വക്കാണത്തിൻ്റെയും പ്രശ്നങ്ങളെന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാനും നിങ്ങളുമൊക്കെ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി വളരുന്ന തലമുറയോട്, ന്യൂജൻ എന്ന് ഓമന പേരിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ന്യൂ ജനറേഷന്റെ ആണിനോടും പെണ്ണിനോടും നിങ്ങൾ പഠിച്ച ഖുർആനായത്തും നിങ്ങൾ പഠിച്ച ഹദീസുമൊക്കെ അവരുടെ മുമ്പിൽ പോയി പറയാൻ നിന്നാൽ ആട്ടും തുപ്പും കേൾക്കേണ്ടി വരുന്ന ഒരു തലമുറയുടെ കാലത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളെ കേട്ടിട്ടുള്ളൂ, അവര് കേട്ടിട്ടില്ല, അവര് പഠിച്ചിട്ടില്ല, അവര് മനസ്സിലാക്കിയിട്ടില്ല. എന്തേ കാരണം? നിങ്ങൾക്ക് അവരോട് വലിയ ഓമനത്വമായിരുന്നു. ട്യൂഷനല്ലേ, അവൾക്ക് പ്രോജക്റ്റ് ചെയ്യാനില്ലേ, അവൾക്ക് അത് പഠിക്കാനില്ലേ, ഹോംവർക്ക് ചെയ്യാനില്ലേ, തളർന്നുറങ്ങുകയല്ലേ, എന്നും ഇത് തന്നെയല്ലേ എന്നിങ്ങനെ പറഞ്ഞ് നന്മകൾ പറയുന്ന പ്രസരിപ്പിക്കുന്ന മേഖലകളിൽ നിന്നെല്ലാം ടീനേജുകാരെ നമ്മൾ മാറ്റി നിർത്തിയപ്പോൾ ആ വളരുന്ന പ്രായക്കാർ നമ്മൾ കേൾക്കുന്നതൊന്നും കേൾക്കേണ്ട അവസരങ്ങളിൽ അവരെ കൂട്ടിക്കൊണ്ടുവരാതെ നമ്മൾ പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട്, അവരുടെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയുടെ പേരും പറഞ്ഞുകൊണ്ട്, അത്തരം നല്ല നല്ല വൈജ്ഞാനിക സദസ്സുകളിൽ നിന്നെല്ലാം നമ്മൾ അവരെ മാറ്റി നിർത്തിയപ്പോൾ, അല്ല, അവര് മാറി നിന്നപ്പോൾ, അതിന് അരികെ നിന്നപ്പോൾ, അവർ മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ, അതിന് അനുവാദം കൊടുത്തപ്പോൾ
ചിന്തിക്കേണ്ടിയിരുന്ന പല ദുരന്തങ്ങളും ഇന്ന് മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബി പറഞ്ഞത് ഓർത്തുകൊള്ളുക. വിശ്വാസികളെ, നിങ്ങളെ മാത്രമല്ല നിങ്ങൾ നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കേണ്ടത്, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഇണകളെ. നമ്മൾ അറിഞ്ഞിട്ടുള്ള ഒരു വിജ്ഞാനം, ഇത് നല്ലൊരു ഉപദേശമാണെന്ന് എനിക്ക് തോന്നുന്നുവെങ്കിൽ, നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, അതെന്റെ മകൻ കേട്ടു, എന്റെ മകൾ കേട്ടു, എന്റെ ഭാര്യ കേട്ടു, ഭർത്താവ് കേട്ടു എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് സാധിക്കണം. അതില്ലെങ്കിൽ അവരവരുടെ വഴിക്ക് പോകും, നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. പൊട്ടലും ചീറ്റലും പ്രശ്നങ്ങളും അവിടെ സ്വാഭാവികം മാത്രമാണ്. ഇറങ്ങിപ്പോക്കുകളായിരിക്കും ഫലം, പരസ്പരം അധിക്ഷേപിക്കലായിരിക്കും ഫലം, അനുസരണക്കേടായിരിക്കും ഫലം. ഇതൊന്നുമില്ലാതെ വിനയാന്വിതമായ മനസ്സോടുകൂടി ഇതെന്റെ ബാപ്പയാണ്, ഉമ്മയാണ്, മക്കളാണ്, ഇണയാണ്, ഭാര്യയാണ്, ഭർത്താവാണെന്ന നീതിബോധത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമായി മാറണമെങ്കിൽ അള്ളാഹു പറഞ്ഞ ഈ കാര്യമാകുന്ന പരിഹാരത്തെ ചെവിക്കൊണ്ടെങ്കിലേ പറ്റൂ, ഇല്ലെങ്കിൽ അപകടം ഉറപ്പാണ്. റഹ്മാനായ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏറ്റവും ഇസ്സത്തുള്ള ഒരു ജീവിതം നമ്മുടെ കുടുംബത്തിലും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, പരമദാരിദ്ര്യത്തിൽ നിന്ന്, കടക്കണികളിൽ നിന്ന് എല്ലാം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും റഹ്മാനായ റബ്ബിൻ്റെ ബറക്കാത്തുകൾ നമ്മിൽ അവൻ സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. നമ്മിൽ രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا واجر والدينا من النار. اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والاكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين.